നമസ്കാരം. എൻ.സി.പിയിൽ നിലവിലൊരു കലാപം കൂടി തന്നെ ഉയരുകയാണ്. അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ വനം മന്ത്രിയായിട്ട് നിലവിൽ എ.കെ. ശശീന്ദ്രനാണ് ഉള്ളത്. തോമസ് കെ തോമസിനെയാണ് പാർട്ടി ശശീന്ദ്രന് പകരമായി മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെ നടത്തുന്നത്. പക്ഷേ ശശീന്ദ്രൻ മന്ത്രി കസേര മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു കാരണവശാലും മന്ത്രി കസേരയിൽ നിന്ന് മാറില്ല എന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാറില്ല എന്ന് തന്നെയാണ് എൻ.സി.പി നേതൃത്വത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. പാർട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഉടൻ തന്നെ എം.എൽ.എ സ്ഥാനം രാജിവെക്കുമെന്നൊരു ഭീഷണിയും നിലവിൽ ശശീന്ദ്രൻ ഒഴുക്കിയിരിക്കുകയാണ്. എൻ.സി.പി സംസ്ഥാന അധ്യക്ഷൻ പി.സി ചാക്കോയാണ് നിലപാട് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിൽ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് സി.പി.എം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വൻ പരാജയമായിരുന്നു ഇടതുപക്ഷം നേരിട്ടത്. ഇടതുപക്ഷ വോട്ടുകളെല്ലാം തന്നെ ബി.ജെ.പിയിലേക്ക് പോയത് വലിയൊരു പ്രതിരോധത്തിൽ പാർട്ടിയായി എന്നത് വ്യക്തം. പാർട്ടി നേതാക്കളും വലിയൊരു പ്രതിരോധത്തിലായി. അതുകൊണ്ട് തന്നെയാണ് സി പി എം നേതാക്കളുടെയും സി.പി.ഐ നേതാക്കളുടെയും ആവശ്യപ്രകാരം മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി നടത്താനുള്ള കാര്യത്തിലേക്ക് എത്തുന്നത്. ആദ്യമേ തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പാർട്ടി ഒരു മാറ്റം തന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാട് ജനത ഏറ്റവും കൂടുതൽ പ്രതിഷേധത്തിൽ നിൽക്കുന്നത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ്. വയനാട്ടിൽ അടിക്കടി നടക്കുന്ന വന്യജീവി ആക്രമണം. അത് തന്നെയാണ് സർക്കാരിനെതിരെ വലിയൊരു പ്രതിഷേധത്തിനും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയ്ക്കും കാരണമാകുന്നത്. എ.കെ. ശശീന്ദ്രൻ വനമന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ വയനാട്ടിൽ വന്യജീവി ആക്രമണം എന്ന് തടയുന്നതിൽ പരാജയപ്പെട്ടു എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് എ.കെ. ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ഒരു ധാരണ നിലവിൽ വന്നത്. എൻ.സി.പി ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഒഴികെ ബാക്കി 9 ജില്ലാ പ്രസിഡന്റുമാരും കുട്ടനാട് എം.എൽ.എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തോട് യോജിച്ചിരിക്കുകയാണ്. തീരുമാനം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് പി.സി ചാക്കോ ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. എ.കെ. ശശീന്ദ്രൻ, തോമസ് കെ തോമസ്, പി.സി ചാക്കോ, ശരത് പവാർ എന്നിവർ 5-ാം തീയതി ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ദിവസം കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തം. മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് എം.എൽ.എ സ്ഥാനം രാജിവെക്കുമെന്ന് ശശീന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ ശശീന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പിയെ പൊക്കിപ്പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ബി.ജെ.പിയാണ് വിജയിച്ചതെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി.പി.എമ്മും അതുപോലെ തന്നെ വലതുപക്ഷമെല്ലാം തന്നെ തകർന്ന തരിപ്പണമായുമെന്ന് ശശീന്ദ്രൻ പറയുന്നത് ഇപ്പോഴൊരു സംശയത്തോടു കൂടിയാണ് നേതാക്കളെല്ലാം തന്നെ നോക്കുന്നത്. എന്തായാലും ശശീന്ദ്രനെതിരെ വലിയ തോതിൽ ഒരു ജനവികാരം തന്നെയുണ്ട്. വയനാട് വന്യജീവി ആക്രമണം ഉണ്ടായപ്പോഴൊന്നും ശശീന്ദ്രനെ ആ ഒരു ഭാഗത്തേക്ക് കണ്ടില്ല. അടിക്കടി ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് വേണ്ട നഷ്ടപരിഹാരം കിട്ടാനോ അവരുടെ കൂടെ നിൽക്കാനോ ഒന്നും തന്നെ ശശീന്ദ്രൻ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും വനമന്ത്രിയെ മാറ്റി പുതിയൊരു വനമന്ത്രിയെ വച്ചിട്ട് കുറച്ച് വോട്ട് പിടിക്കാനെങ്കിലും നോക്കുന്നുണ്ട്. പക്ഷെ അത് വലിയ രീതിയിൽ സി.പി.എമ്മിന് വിജയിക്കില്ല അല്ലെങ്കിൽ വിജയം നേടില്ല എന്ന് തന്നെയാണ് വ്യക്തം.